ായ സ്വയഷ്ടപ്രകാരമുള്ള ആ മരണം വരിക്കുന്നവര് അവരാരാണ്? അവര് ആഖിറത്തിന്റെ വിചാരത്തിലായി ജീവിക്കുന്നവരാണ്. അവർ ഈ ഭൗതിക ലോകത്തിന് അടിമപ്പെട്ടുകൊണ്ട് അതിന്റെ സ്നേഹത്തിലായി ജീവിതം കഴിച്ചു കൂട്ടുന്നവരല്ല. അവർ അള്ളാഹുവിന്റെ സ്നേഹത്തിലായി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തആലാക്കും റസൂലിനും വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം മാത്രം നയിച്ചുകൊണ്ടാണ് അവർ മുന്നേറുന്നത്. അങ്ങനെ സദാസമയം ആഖിറത്തിന് വേണ്ടി മരണത്തിന് വേണ്ടി തയ്യാറായി അള്ളാഹുവിന്റെ തൃപ്തിയിലായി കഴിഞ്ഞുകൂടുന്ന ഈ മഹാന്മാര്, അവരെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളതൊരു പ്രയാസമല്ല, അത് വളരെ സന്തോഷജനകമായ ഒരു അവസ്ഥയാണ്. അവർ ഏതൊന്നിനു വേണ്ടിയാണോ അധ്വാനിച്ചു കൊണ്ടിരുന്നതെങ്കിൽ അതിന്റെ സർവ്വ സമ്മാനവും പ്രാപിക്കാനുള്ള സമയം എത്തിയിരിക്കുന്നു. അതിലേക്ക് അവർ സന്തോഷത്തോടുകൂടി നടന്നെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ഈ നിലക്ക് ഒരു ഇഖ്തിയാരിയായ മരണം വരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൗതിക ലോകം, അതിന്റെ ചിന്ത, അതിന്റെ വിചാരം, അതിനായി ജീവിക്കുന്ന ഈ അവസ്ഥ മാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പൊരുത്തം ആഗ്രഹിച്ച് അവനെ അറിയുന്നതിലും അവനെ തൃപ്തിപ്പെടുത്തുന്നതിലുമായുള്ള ഒരു ജീവിതം തെരഞ്ഞെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാര് ഏതൊരു ഉന്നതമായ ജീവിതമാണോ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നെങ്കിൽ അവരുടെ ആ പഠനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തി ദുനിയാവിന്റെ പ്രേമം ഉള്ളിൽ നിന്ന് ഒഴിവാക്കി അള്ളാഹുവിന്റെയും റസൂലിന്റെയും സ്നേഹം ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് ആഖിറത്തിന്റെ വിചാരത്തിലായി ജീവിക്കുന്ന ഒരു ജീവിതം ജീവിച്ചാൽ തീർച്ചയായും ഈ ഇഖ്തിയാരിയായ മരണം നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നതാണ്. ഈ നിലക്ക് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുള്ള ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ചിട്ടുള്ളത്. മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും ആ മരണത്തിന്റെ തയ്യാറെടുപ്പിലായുള്ള ജീവിതമാണ് നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നിട്ടുള്ളത്. ഇക്കാലം വരെ വന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരൊക്കെ ആഖിറത്തിന്റെ വിചാരത്തിലായി ഈ മരണത്തിന്റെ തയ്യാറെടുപ്പിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നവരാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ആ ഇഖ്തിയാരിയായ മരണം പ്രാപിച്ചുകൊണ്ട് മടങ്ങാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാന് ബഹുമാനപ്പെട്ട ഹദ്റത്ത് ഫരീദുദ്ദീൻ അത്താർ റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ നേരത്തെ അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കച്ചവടങ്ങളിൽ മാത്രമായി കഴിച്ചുകൂട്ടിയവരാണ്. അത്തർ അതുപോലത്തെ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കാണ് പൊതുവെ അത്താർ എന്ന് പറയാറുള്ളത്. ഇങ്ങനെ ഈ കച്ചവടത്തിൽ തന്നെയായി മുഴുകിക്കൊണ്ടിരിക്കുന്ന കാലമധ്യേ അദ്ദേഹത്തിന്റെ ആ കടയിലേക്ക്, പീടികയിലേക്ക് ഒരു ഫക്കീറായ സാധുവായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ ഒരു വലിയാണ്, പ്രത്യക്ഷ രൂപത്തിൽ ഒരു ഫക്കീറിന്റെ കോലത്തിലാണ് അവര് ഈ കടയിലേക്ക് കടന്നു വരുന്നത്. അവരെന്തെങ്കിലും ആവശ്യപ്പെടുകയോ യാചിക്കുകയോ ചെയ്യുന്നതിന് പകരം ഇദ്ദേഹത്തിന്റെ കടയിലേക്ക് വന്നുകൊണ്ട് ആ കടയിലുള്ള ഓരോ പാത്രത്തിലേക്കും ഓരോ കുപ്പിയിലേക്കും ഇങ്ങനെ എത്തി നോക്കുകയാണ്. ഓരോന്നിലേക്കും ഇങ്ങനെ എത്തി നോക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, അതല്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെ എത്തി നോക്കുന്നത് ഓരോന്നിലേക്കും? ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞു, ഞാൻ നോക്കുകയാണ് നിങ്ങളെ മരണം വരുന്ന സമയത്ത്, നിങ്ങളെ റൂഹിനെ അസ്രായീൽ എന്ന് പറയുന്ന ഈ മലക്ക് വലിച്ചു വരുന്ന സമയത്ത് എത്ര കുപ്പിന്റെ ഉള്ളിൽ നിന്ന്, എത്ര പാത്രങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ റൂഹിനെ വലിച്ചെടുക്കേണ്ടതായി വരും, ഇതാണ് ഞാൻ നോക്കുന്നത് എന്ന് ആ ബഹുമാനപ്പെട്ടവർ മറുപടി പറയുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയാണ്, അത് ശരി, അപ്പൊ എന്റെ റൂഹ് പിരിയുന്ന സമയത്ത് ഇത്രയും പാത്രങ്ങളുടെയും കുപ്പികളുടെയും ഉള്ളിലൊക്കെയാണ്, എന്റെ സ്നേഹത്തിലാണ് എന്റെ മനസ്സുള്ളത്, എന്റെ റൂഹുകൾ അതിൽ നിന്നൊക്കെ വലിച്ചു വരുന്ന ഒരവസ്ഥയാണ് എനിക്കുള്ളതെങ്കിൽ നിങ്ങളെ റൂഹിനെ എങ്ങനെയാണ് ഊരുക, നിങ്ങൾ എങ്ങനെയാണ് മരിക്കാൻ എന്ന് ഈ ഫക്കീറിനോട് തിരിച്ചു ചോദിച്ച സമയത്ത് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് കാണണോ, എങ്ങനെയാണ് മരിക്കൽ എന്ന് നിങ്ങൾക്ക് കാണണം? അദ്ദേഹം പറഞ്ഞു, എന്നാ എനിക്കൊന്ന് കാണണം. ആ ഫക്കീർ ആ ഭിക്ഷയാചിക്കാനുള്ള ആ ചട്ടി കയ്യിലുള്ളത് അതവിടെ നിലത്ത് വെച്ചു. അവിടെ ഇരുന്ന് ആ ചട്ടിമ്മൽ തലവെച്ച് അവിടെ കടന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമ ചൊല്ലി ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോയി. ബഹുമാനപ്പെട്ടവർ അത്ഭുതപ്പെടുകയാണ്. പ്രത്യക്ഷ രൂപത്തിൽ ഒരു ഫക്കീർ മാത്രമായ ഒരു മനുഷ്യൻ, ഞാൻ ഇത്ര വലിയ കച്ചവടക്കാരൻ എന്തൊക്കെയോ ഉള്ള ആളാണ്, ഇയാൾ കയ്യിൽ അരക്കാശിന് വകുപ്പില്ല പ്രത്യക്ഷ കോലത്തിൽ കണ്ടാൽ, പക്ഷെ എന്തൊരു അധികാരമാണ്, സ്വന്തം മരണവും ഹയാത്തും സ്വന്തം കയ്യില് അധികാരത്തിൽ നിലനിർത്തുന്ന ഇത്രയും ഉത്തമമായ ഒരു ജീവിതം എങ്ങനെയാണ് പ്രാപിക്കാൻ സാധിക്കുക?
അത് ബോധ്യപ്പെട്ടതോടുകൂടി പിന്നെ ഈ തന്റെ കച്ചവടവും വസ്തുക്കളൊക്കെ വിറ്റൊഴിവാക്കി അതിനൊക്കെ വലിച്ചെറിഞ്ഞ് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ അഹിലുകാരായ മഹാന്മാരെ തേടി പുറപ്പെടുകയും പിന്നെ അവരെ കണ്ടെത്തുകയും അവരുടെ സഹവാസത്തിൽ ജീവിച്ചുകൊണ്ട് ഉന്നതനായ വലിയായി മാറുകയും ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തത്. അതുകൊണ്ട് ബഹുമാനികളെ, നമ്മൾ ഏതൊരു ദുനിയാവിന്റെ സ്നേഹത്തിലും അതിന്റെ പ്രേമത്തിലുമാണോ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പ്രേമം കൈവിടാതെ അതിന്റെ മോഹത്തിൽ തന്നെ ജീവിക്കുന്നതിന് മധ്യേ മരണം സംഭവിച്ചാൽ ഈ സ്നേഹിക്കുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ നമ്മളെ പിടിച്ചു മാറ്റുന്ന സമയത്ത് ഈ എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന ഈ മരണം വരുമ്പോൾ അത് എന്തെന്നില്ലാത്ത വേദനാജനകമായ ഒരു മരണമാണ്. ആ ഇൽത്തിറാരിയായ നിർബന്ധപൂർവമായ മരണത്തിന് അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പിന്നെയുള്ള മരണം ഏതാണ്? അത് ഇഖ്തിയാരിയായ മരണമാണ്. സ്വയഷ്ടപ്രകാരം സ്വന്തം തന്നെ അല്ലാഹു അല്ലാത്ത മാസിവല്ല ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിനെയൊക്കെ തന്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് അള്ളാഹുവിനുള്ള സ്നേഹത്തിലും അടുപ്പത്തിലും മാത്രമായി മനസ്സിൽ അള്ളാഹും അവന്റെ റസൂലുമല്ലാതെ മറ്റൊന്നും വസിപ്പിക്കാത്തയുള്ളൊരു ജീവിതം, അങ്ങനത്തെ ഒരു ഇഖ്തിയാരിയായ ഒരു മരണം, ഈ സന്തോഷജനകമായ മരണം അത് എങ്ങനെയാണ് പ്രാപിക്കാൻ സാധിക്കുക? അതിനുള്ള ഒരു ഒറ്റമൂലിയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെയൊക്കെ കയ്യിൽ നൽകിയിട്ടുള്ളത്. ആ സംഭവം, ആ കാര്യം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ കാര്യം അള്ളാഹുവിന്റെ അഹിലുകാരായ മഹാന്മാരുടെ സഹവാസത്തിലിരുന്നു കൊണ്ട് അഥവാ നമ്മളും നേടാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കും തന്നെ ഒരിക്കലും ഇഖ്തിയാരിയായ പ്രയാസകരമായ മരണം വരിക്കേണ്ടി വരികയില്ല. ഇഖ്തിയാരിയായ മരണത്തിലൂടെ മുന്നേറിക്കൊണ്ട് ആവേശത്തോടുകൂടി അള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നെടുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകുന്നതാണ്. അതിനുവേണ്ടി ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? മൂതു ഖബ്ല അൻ തമൂതു. നിങ്ങൾ മരിക്കുക മരണം വരുന്നതിന് മുമ്പ്. മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ മരിക്കുക? പെട്ടെന്ന് കേട്ടാൽ നമുക്ക് എന്താണ് ഈ പറയുന്നത് എന്ന് കാര്യം മനസ്സിലാവുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ സ്വന്തക്കാരായ മഹാന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മശായിഖന്മാർ, അവരുടെ സഹവാസം സ്വീകരിച്ചാൽ അവര് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും എങ്ങനെയാണ് ഈ മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുക. ആ മരണം വരുന്നതിന് മുമ്പ് വരിക്കേണ്ട മരണം ഏതാണ്? മരണം എന്ന് പറഞ്ഞാൽ എന്തിന്റെ പേരാണ്? ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുഴുവനും വേർപ്പെടുന്നതിന്റെ പേരാണ് സംഭവത്തിൽ മരണം എന്ന് പറയുന്നത്. എന്നാൽ ഇത് നിർബന്ധപൂർവം ഒരു സമയത്ത് മുഴുവത്തിൽ നിന്നും വേർപ്പെടേണ്ടതായി തന്നെ വരും. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ നമുക്കൊരു സൂത്രം പഠിപ്പിച്ച് മനസ്സിലാക്കി തരികയാണ്. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കെ തന്നെ ഈ ഭൗതികമായ ഏതെല്ലാം വസ്തുക്കളിൽ നമ്മൾ ഇടപഴകിയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ മാനസികമായി നമ്മൾ അതിൽ നിന്ന് പിരിയുക. ആ വസ്തുക്കളുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കി ആ സ്ഥാനത്ത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രേമം നമ്മൾ എത്തിച്ചവരായി മാറിയാൽ സംഭവത്തിൽ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞവരായി മാറി. നമ്മൾ ദുനിയാവിൽ തന്നെയാണുള്ളത്. ഭാര്യ മക്കളുടെയും കച്ചവടത്തിന്റെയും മറ്റുമൊക്കെ ഇടയിൽ തന്നെയാണുള്ളത്. അതിന്റെ ഒക്കെ ഇടയിലാണെങ്കിൽ പോലും നമ്മളെ മനസ്സിനെ അതൊന്നും യേശുന്നില്ല. നമ്മളെ മനസ്സിൽ സദാസമയം നിലകൊള്ളുന്നത് എന്തുമാത്രമാണ്? അള്ളാഹുവിന്റെ ഓർമ്മയും അള്ളാഹുവിന്റെ സ്നേഹവും മാത്രമാണ്. നമ്മുടെ ഈ ചുറ്റുപാടോ ബിസിനസ്സോ കച്ചവടമോ ഇതൊന്നും തന്നെ അള്ളാഹിന്റെ ഓർമ്മയെ തൊട്ട് ഒരിക്കലും നമ്മളെ അശ്രദ്ധരാക്കി കളയുന്നില്ല. നമ്മൾ സദാസമയം അള്ളാഹുവിന്റെ ഓർമ്മയിൽ തന്നെ നിലകൊള്ളുന്ന ഒരവസ്ഥ ഒരാൾ സാധിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അയാള് മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണം വരിച്ചവനായ ആളാണ്. ഇഖ്തിയാരിയായ നിലക്ക് സ്വയാധികാര പ്രകാരം തന്നെ ഈ വസ്തുക്കളിൽ നിന്ന് പിരിഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ ഇനി പിരിയേണ്ട ഒരു അവസരം വരുമ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊക്കെ പിരിയുന്ന ഈ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒരിക്കലും തന്നെ നേരിടേണ്ടി വരികയില്ല. ഇതിൽ നിന്നൊക്കെ സുരക്ഷിതമായി സമാധാനപരമായ ഒരു മരണം കൈവരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനിക്കട്ടെ.